പാലേരി മാണിക്യം എന്ന സിനിമയുടെ തീം മ്യൂസിക് സംഗീത വിദ്യാർത്ഥികളൊന്ന് പരിശോധിക്കേണ്ടതാണ്. മലയാള നാടോടി സംഗീതത്തിൻ്റെ സത്തയിൽ നിന്നാണ് ബിജിപാൽ ആ സംഗീതം സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. പാലേരി മാണിക്യം ശരിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനാണ് എന്നെ വിളിച്ചത് അദ്ദേഹം. പക്ഷെ അപ്പോൾ ആ നോവലിലൊരു കവിത ഉണ്ടായിരുന്നു, TP രാജീവൻ എഴുതിയ, അത് ഒന്ന് ട്യൂൺ ചെയ്തോളൂ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഇടയിൽ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ചെയ്തതാണത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഇങ്ങനെ നിരത്തി ഇട്ടപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു എന്നാൽ നമുക്ക് ഒരു പ്രൊമോഷൻ സോങ് ആക്കാം എന്ന് പറഞ്ഞിട്ടാണ് പാലേറും എന്ന് പറയുന്ന അത് ഉണ്ടായത്. പാലേറും നാടായ പാലേരിയില് പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ടല്ലോ, പാലേരി മാണിക്യം പെണ്ണൊരു പാതിര നീന്തി കടന്ന പാട്ട്, അവളച്ചേരേലെ മീനിൻ്റൊപ്പം നീന്തി തുടിച്ചു വളർന്ന പെണ്ണ്, കല്ലൂരെ കാട്ടിലെ മാനിൻ്റൊപ്പം തുള്ളി കളിച്ചു വളർന്ന പെണ്ണ്, കുഞ്ഞോറക്കുന്നിന്നടിവാരത്തിൽ തുമ്പപ്പൂച്ചിരിയും നുണക്കോഴിയും ആകാശചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് സമ്മാനം കിട്ടിയ കണ്ണും മൂക്കും കവടി മണി പോലെ പൊക്കിൽ കൊടി പൂവിരിയും പോലെ ചുണ്ടും പല്ലും, മാഞ്ചോട്ടിൽ മകരത്തിൽ കാറ്റുപോലെ ഇലനുള്ളി പൂനുള്ളി നടന്ന പെണ്ണ്, ആ പെണ്ണിൻ പാട്ടിൽ തളർക്കുന്ന ഓളെ പോലുള്ള കതിർവിളയും, പാലേരി മാണിക്യം പെണ്ണൊരു സോൾട്ട് ആൻഡ് പെപ്പറിലെ ആ പ്രേമിക്കുമ്പോൾ അതിൻ്റെ മുമ്പ് അത് ശരിക്കും അവരുടെ ലവിൻ്റെ തീം ആയിട്ട് RR ചെയ്യാൻ വേണ്ടിയാണ് ആ പീസ് ഉണ്ടാക്കിയത്. അത് പാട്ടിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിൽ ലാല് അവർ ചെയ്യുന്ന ക്യാരക്ടർ പെണ്ണ് കണ്ടിട്ട് തിരിച്ച് വരുന്ന കുക്കിനെ കൊണ്ടുവരുന്ന സീനിൽ നമ്മൾ ഷെഹനായുടെ ഒരു കല്യാണ വസന്തത്തിലൊരു സാധനമാണ് ഇട്ടേക്കണത്. കേരള കഫേയുടെ ടൈറ്റിൽ സോങ്ങും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. വേൾഡ് സിനിമയിൽ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുള്ള റീ റെക്കോർഡിങ് ബീറ്റ്സ് ഉണ്ട്. ഹോളിവുഡ് സിനിമയിൽ ആണെങ്കിൽ ഞാനിപ്പോൾ പാലേരിക്ക് തൊട്ട് മുമ്പാണ് ഞാൻ ശരിക്കും അപ്പോകാലിപ്റ്റോ കാണുന്നത്. ശരിക്കും അപ്പോകാലിപ്റ്റോ അത് ശരിക്കും ഒരു കോയിൻസിഡൻസ് പോലെ എനിക്ക് തോന്നി. കാരണം പാലേരിയും അപ്പോകാലിപ്റ്റോ എന്നൊരു തീമായിട്ട് ഒന്നും ഒരു ബന്ധമില്ല. പക്ഷേ ഒരു നമുക്ക് എപ്പോഴും ഒരു നേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു എത്നിസിറ്റി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് എപ്പോഴും നമ്മളൊരു ഒരു ഫോറസ്റ്റ് വുഡോ എന്നൊക്കെ പറയുന്നൊരു സാധനം അത് വളരെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഒരു എന്താ പറയുക, ഒരു സ്കിൻ ഡ്രമ്മുകളില്ലേ അതിൻ്റെ പ്രയോഗങ്ങൾ അത് വെച്ച് ചെയ്യുമ്പോൾ വളരെ ഇമോട്ടീവായിട്ട്, ഒരു പക്ഷേ മെലഡി ഒന്നും അധികം ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഡ്രംസിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്, പ്രത്യേകിച്ച് ഈ വൈൽഡ് ഡ്രംസ് ഉണ്ട്, ഈ വലിയ സ്കിൻ ഡ്രംസ് വെച്ചിട്ടുള്ള കുറച്ച് പാറ്റേൺസൊക്കെ ഉണ്ടാക്കുകയും അതിനകത്തൊരു മിസ്റ്ററി ഉണ്ടാക്കാൻ ഒക്കെ ശരിക്കും അത് സഹായിച്ചിരുന്നു. കാരണം ഹാൻസ് സിമ്മറും അങ്ങനെയുള്ള മ്യൂസീഷ്യൻസൊക്കെ ശരിക്കും വേൾഡ് മ്യൂസിക്കിൻ്റെ എല്ലാ വേൾഡ് മ്യൂസിക്കും അവർ എടുക്കാറുണ്ട് ശരിക്കും. ഇപ്പോൾ ഇന്ത്യൻ മ്യൂസിക് എടുത്ത ഒരുപാട് സിനിമകളുണ്ട് അദ്ദേഹം. ഇന്ത്യൻ ഫിലിംസിൽ ഇപ്പോൾ അദ്ദേഹം ചെയ്തു തുടങ്ങി. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ഒരു ഇൻഫ്ലുവൻസിങ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? ഹാൻസ് സിമ്മർ.
ഇപ്പോൾ സ്പാനിഷ് മ്യൂസിക്കിൽ പോകുമ്പോൾ ഈ ബോഡി പെർക്കഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അവർ ഈ കൈ അടിക്കുന്നതിന് നമ്മളടിക്കുന്ന സൗണ്ടല്ല, വേറൊരു സൗണ്ടാണ്. അതിന് ശാസ്ത്രമുണ്ട് ശരിക്കും. കൈ ഇങ്ങനെ അടിക്കണം, ഇങ്ങനെ അടിക്കണം, പിന്നെ ഇവിടെ ഇതൊക്കെ വ്യത്യാസമുണ്ട്. അതൊക്കെ ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ അത്തരം ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ അത്തരം സാധനങ്ങൾ വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സ്കിൻ ഡ്രംസ്, ഹ്യൂജ് ആയിട്ടുള്ള ചില ഡ്രംസിൻ്റെ ചിലപ്പോൾ എല്ലാം കമ്പ്യൂട്ടറിലൊക്കെ ഇപ്പോൾ കിട്ടുമായിരിക്കും. സാമ്പിൾസ് ഉണ്ട്, ഏറെക്കുറെ അങ്ങനെ നമുക്ക് എല്ലാം. ഇപ്പോൾ വിദേശത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ സ്ക്രിപ്റ്റ് നമ്മളും ഏറെക്കുറെ എഴുതും. പക്ഷേ നമ്മൾ ആദ്യം സിസ്റ്റത്തിൽ പ്രോഗ്രാം ചെയ്തിട്ട് അതിൻ്റെ നൊട്ടേഷൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പിന്നെ അത് ലൈവായിട്ട് വായിപ്പിക്കും എന്ന് കേട്ടിട്ടുണ്ട്.